ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്. അത്ര നല്ല വീഡിയോ ആണെന്ന് വെച്ചാൽ അത്ര നല്ല വീഡിയോ എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഇങ്ങനെ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് വന്നപ്പം ട്രെയിനിലാണ് വന്നത്. നമുക്ക് അറിയാമല്ലോ, നമ്മൾ ട്രെയിനിലാണ് വരുന്നത്. കാരണം എന്തായാലും ഒരു 8-9 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ട്രെയിനിൽ അപ്പോഴും വരാറ്. അപ്പം ഇന്നലെ രാത്രിയാണ് ട്രാവൽ ചെയ്തത്. നമ്മൾ യൂഷ്വലി രാത്രിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യാറ്. ബട്ട് ഇന്നലെ എന്തോ ഒരു ബാഡ് ഇൻസിഡൻറ്റ് ഉണ്ടായി ട്രെയിനിൽ. ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ഗൈസ്, എനിക്കതാണ് മനസ്സിലാവാത്തത്. എന്തായാലും നമ്മളെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എന്ന് വെച്ചാൽ അവിടെ എവിടെ ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തത്. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒന്നൊരു ടെൻഡൻസി ഇല്ല. എന്നിട്ട് ലാസ്റ്റ് എല്ലാം ഒന്ന് കൂളായിട്ടാണ് ഞാൻ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബൈറ്റ് അവിടെ ഇവിടെയൊക്കെ എടുത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി നമ്മൾ കോളേജിൽ നിന്ന് വീട്ടിലോട്ട് കയറാറുള്ളത് 8:30 മാവേലി ട്രെയിനിലാണ് നമ്മൾ കയറാറ്. അത് നമ്മൾ ലേഡീസിലേ കയറാറുള്ളൂ. നോർമലി നമ്മുടെ വീട്ടിൽ നിന്നും അമ്മയും ചേട്ടനും ഒക്കെ പറയാറുള്ളത് ലേഡീസിലേ കയറാവും, ഇല്ലെങ്കിൽ അവർ ട്രെയിനിൽ വരണ്ടെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടായിരുന്നു വരേണ്ടത്, വല്യച്ഛൻ്റെ വല്യമ്മൻ്റെ വീട്ടിലോട്ടായിരുന്നു വരേണ്ടത്. കാരണം അമ്മയൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് മാവേലിക്കരയായിരുന്നു ഇറങ്ങേണ്ടത്. സോ കുറച്ചുകൂടെ നേരത്തെ, കാരണം 11 മണിയൊക്കെ ആകുമ്പോൾ എക്സാം എന്തായാലും ഞാൻ എഴുതി കഴിഞ്ഞ് പിന്നെ 8:30 വരെ മാവേലിക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. കുറച്ചുകൂടെ നേരത്തെ വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു. 8:30 നമ്മൾ ആ ട്രെയിനിൽ കയറിയാൽ യൂഷ്വലി ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ അടുപ്പിച്ച് വീട്ടിലെത്താറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വീട്ടിലോട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരത്തെയുള്ള ട്രെയിൻ നോക്കിയപ്പം 5:40 ട്രിവാൻഡ്രം സെൻട്രൽ ആ ട്രെയിൻ 5:40 വടകരയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ വരാമെന്ന് വെച്ചപ്പോൾ നമ്മളുടെ സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ സീനിയറാണ്. അപ്പോൾ ആ ചേച്ചികളോട് നമ്മൾ ജനറലാണ് കയറിയത്. എനിക്ക് തോന്നുന്നു അതിൽ ഇത് ലേഡീസ് ഇല്ല. ലേഡീസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കാലുകുത്ത സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ലേഡീസ് തൊട്ട് മുന്നോട്ട് ജനറലിൽ കയറിയപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആദ്യം മേളിലത്തെ ഇതിലെ ലഗേജ് ഒതുക്കുന്ന സാധനത്തിലൊക്കെ കയറിയിരുന്നത്. പിന്നെ നമുക്ക് താഴെ സീറ്റ് കിട്ടി. നമ്മൾ ഇരുന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ ഇങ്ങനെ നിരന്നായിരുന്നത്. ഒരു സിംഗിൾ സീറ്റ്, മിന്നു സിംഗിൾ സീറ്റിൽ, ഞങ്ങൾ രണ്ടും ആ സിംഗിൾസിൻ്റെ നേരെ തന്നെയുള്ള അതിൽ രണ്ടടുപ്പിച്ച് നമ്മൾ 3 നേരെ ഇരിക്കുന്നത്. നടുക്ക് നമ്മുടെ നടക്കുന്ന പാസേജുള്ള ആ വേയിൽ. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ എന്തൊരു ചടപ്പിയിലായിരുന്നു. ആ ട്രെയിന് ഓൾറെഡി ഭയങ്കര ചടപ്പിയിലായിരുന്നു. കാരണം ഒരു 6:30 നമ്മൾ മാവേലിക്ക് വന്ന സാധനം നോർമലി ഒരു 6-7 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ഹരിപ്പാട് എത്തുന്ന നമ്മൾ ഇന്നലെ എത്ര മണിക്കാണ്, ഒരു 5:50 കയറിയിട്ട് ഇവിടെ ഒരു 1:30-1:45 വന്നു. അപ്പം തന്നെ അത്രയും ടൈം, കോട്ടയം വഴി വരുന്ന ട്രെയിനായിരിക്കും, അത്രയും ചുറ്റിയത് ആ ട്രെയിന്. നമുക്ക് ഓൾറെഡി ഭയങ്കര ലാഗ് അടിച്ച് ട്രെയിന്. അപ്പോൾ നമ്മൾ 3 നമ്മൾ കഥയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ്റെ എൻട്രി. നമ്മൾ കഥാനായകനെ കാണിക്കാൻ കേട്ടോ, പക്ഷെ നമ്മൾ മുഖത്ത് എന്തെങ്കിലും വെക്കും, ഫേസിൽ എന്തെങ്കിലും വെക്കും. കാരണം നമ്മൾ ഓൾറെഡി അയാളെ ട്രെയിനിൽ കുറേ മാറ്റിച്ചു. അയാളോട് നമ്മൾ പ്രതികരിച്ചു, അയാളെ ആക്രമിച്ചു. പിന്നെ അയാളെ നമ്മൾ ഫോട്ടോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളിക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്, 27 വയസ്സുള്ള മോളുണ്ടെന്നൊക്കെ പറഞ്ഞ്. ആദ്യം 27 വയസ്സുള്ള മോളായിരുന്നു, പിന്നെ അത് 23 വയസ്സുള്ള മോളായി. എങ്ങനെയാണെന്ന് പിന്നെ നമ്മൾ കുറച്ചുകൂടി ചിന്തിച്ചപ്പോൾ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ അയാളൊരു ഫോട്ടോ എടുത്ത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ എന്തെങ്കിലും ഫോട്ടോയും വീഡിയോ എടുത്തത്. അത് എൻ്റെ ഒരു സേഫ്റ്റി. കാരണം നമ്മൾ അത്രയും കച്ചറ ട്രെയിനിൽ ഉണ്ടാക്കി. ഇൻ കേസ് നമ്മൾ ഡെയിലി നമ്മൾ കോളേജ് ടു വീട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ്, ഇങ്ങനൊരു ആളുമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായത് നമ്മൾ വീട്ടിലും പറയണം, എല്ലായിടത്തും പറയണം. നമ്മുടെ ഒരു പ്രോപ്പർ ആയിടയിൽ ഇപ്പം ഞങ്ങൾക്ക് ഇൻ കേസ് ഇനി വേറൊരു ട്രാവലിൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇപ്പം ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായി ആരാണെങ്കിലും കാരണം ട്രെയിനിൽ എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് ചെന്നിട്ട് എന്തെങ്കിലും ഇപ്പം വേറെ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും പറ്റിക്കണ്ട്, അയ്യോ ഇയാളായിട്ട് നമ്മളിങ്ങനെ സ്റ്റണ്ട് ഉണ്ടായിരുന്നു എന്ന് പണ്ട് കാണിക്കാൻ ഫോട്ടോ വേണം ഇല്ലേ? നമുക്കിത് ഓൾറെഡി മുമ്പ് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മൾ പേടിച്ച് ഫോട്ടോ എടുക്കുകയോ ഇല്ലേ അറ്റ്ലീസ്റ്റ് വണ്ടിൻ്റെ നമ്പർ പോലും ഞാനും മിന്നും ഇതുവരെ നോക്കിയിട്ടില്ല. അന്ന് അച്ഛൻ ചേട്ടൻ അമ്മയൊക്കെ നമ്മളെ ചീത്ത കണ്ടുള്ളതാണ്. സോ നമ്മൾ ഇന്നലെ ഇൻസിഡൻ്റ് ആയപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോയും വീഡിയോ നമ്മൾ ആദ്യം എടുത്തത്. അപ്പം നമ്മൾ ഇൻസിഡൻറ്റിലോട്ട് നമ്മൾ വരാം. അത്ര വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ അയാൾ അതിന് മാത്രമൊന്നും എടുത്തില്ല, പക്ഷെ എടുത്ത ആക്ട് ഭയങ്കര തെറ്റായിപ്പോയി. അതാണ് നമ്മൾ പ്രതികരിച്ചത്. അപ്പം ട്രെയിനിൽ എന്തായാലും ഭയങ്കര തിരക്കാണ്. അപ്പം മിന്നിൻ്റെ അടുത്ത് എൻ്റെ അടുത്തല്ല, ചേച്ചിയുടെ അടുത്തല്ല, മിന്നിൻ്റെ അടുത്ത് അവളല്ല സിംഗിൾ സീറ്റ് ഇരുന്നു. അപ്പം അവിടെ ഏത് സ്റ്റേഷനിൽ കയറിയതാടി? എന്തായാലും കോട്ടയം മുമ്പുള്ള സ്റ്റേഷൻ. കാരണം നമ്മൾ കോട്ടയത്ത് അയാളെ ഇറക്കിപ്പിച്ച് എറണാകുളം ടൗൺ ആണെന്ന് തോന്നുന്നു.
അല്ലെങ്കിൽ ടൗൺ ഇല്ലെങ്കിൽ തൃശ്ശൂരല്ല ആലുവ. തൃശ്ശൂർ ആലുവ ആ ഒരു സൈഡിൽ അങ്ങാണ്ട് സൈഡിൽ നിർത്തം കയറി. ഒരുത്തനെന്ന് പറഞ്ഞാൽ എത്ര പ്രായം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു 57, 58 എനിക്ക് തോന്നി. ബട്ട് അമ്മയൊക്കെ ഫോട്ടോ കണ്ടിട്ട് അത്രയും പ്രായം പറയുന്നില്ലെന്ന് പറയുന്നത്. അതെന്തേലും ആവട്ടെ. അപ്പം അയാൾ കയറി. അപ്പം ട്രെയിനിൽ അവളെ ഓൾറെഡി അവിടെ മേത്തോട്ട് ചാരി നിൽക്കുകയായിരുന്നു. ഉറങ്ങി അവിടെ മേത്തോട്ട് വീഴുന്നുണ്ട്. നിൽക്കുമ്പോൾ തന്നെ അയാൾ നിൽക്കുമ്പം അവിടെ ഹൈറ്റ് ഇരിക്കുന്ന സീറ്റ് അറിയാം, അയാൾ നിൽക്കുന്ന ഹൈറ്റ് അറിയാം. അപ്പോൾ അവിടെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ചാരുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഒരു ട്രെയിനാണ്, നല്ല തിരക്കുള്ള ട്രെയിനാണ്, നമുക്ക് അങ്ങനെ ആരെയും ഒന്നും പറയാൻ പറ്റില്ല, തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ ഓപ്പോസിറ്റുള്ള ആ സിംഗിൾ സീറ്റിന് ഒരു ചേട്ടൻ എണ്ണീറ്റപ്പം ഇവള് പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഇവൾക്ക് ആദ്യം റോങ് അടിച്ച് ഇവള് പോയി ഇരിക്കാൻ പറഞ്ഞു. അയാൾ ഇരുന്നു. അതിൻ്റെ ചുറ്റും കുറേ ആൻറ്റിമാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, പ്രായമായിരുന്നു. അപ്പോൾ ഇയാളുടെ ശല്യം സഹിക്കാതാണ് അവളെ കൊണ്ട് അവിടെ ഇരുത്തിയത്. അവിടെ ഇരുന്നോളാൻ പറഞ്ഞ്. അപ്പോൾ ഇവർ ആ ചുറ്റും നിൽക്കുന്ന സത്യം പറഞ്ഞാൽ ആൻറ്റിമാർ തന്നെ പറഞ്ഞു, ഇതെന്താ ഇതിപ്പോൾ നമ്മൾ ഇത്ര നേരം നിൽക്കരുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മളോടല്ല അവളോട്. നമ്മൾ അപ്പം എന്താന്ന് വെച്ചാൽ ഇവള് ഇങ്ങനെ പിന്നെ ഇരുന്ന് എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാണ്, ഒരു 10 മിനിറ്റ് അയാൾ ഇരുന്ന് കഴിഞ്ഞ് എങ്ങോട്ടാന്ന് ചോദിച്ചോട് ഇവിടുത്തെ കഥയൊക്കെ പറഞ്ഞു. എന്തൊരു കഥയൊന്നുമില്ല, ഭയങ്കര കൺസേൺ ഉള്ള മനുഷ്യനായിരുന്നു. എവിടോട്ടാന്നൊക്കെ മേ ബി ഇരുത്തിയോണ്ടായിരിക്കും അവള് ആ ഒരു മൈൻഡിൽ ഇത് വിട്ടുള്ളൂ. എങ്ങോട്ടാന്നൊക്കെ ചോദിച്ച് സ്ഥലം പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ്. പിന്നെ അയാൾ കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ കളിച്ച് കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ആദ്യമായിട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുത്തിട്ട് അവിടെ ഫോട്ടോ എടുത്തിട്ട് അവളെ തന്നെ ആദ്യം കാണിച്ചു കൊടുത്തു. അവളെ കാണിച്ചു കൊടുക്കാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പെട്ടെന്ന് ഗെയിം എന്നിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞാൽ ഗെയിം കളിക്കുമായിരുന്നു. ഏത് ഗെയിമിലാണോ ഫോട്ടോ എടുത്തുള്ള ഗെയിം എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗെയിം ഏതാണോ അവയുടെ ഫോണിൽ നമ്മൾ നോക്കിയിട്ട് ഗെയിമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇവിടെ ഫോട്ടോ എടുത്ത് ആക്ച്വലി ബാക്കിൽ നിൽക്കുന്ന ആൻറ്റിമാർ ഇയാൾ ഫോട്ടോ എടുക്കുന്ന കാണുന്നുണ്ട്. ഓരപ്പം റിയാക്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുത്തിയപ്പം ആ ആൻറ്റി ഇത്രയും അടിയൊക്കെ കഴിഞ്ഞിട്ട് പറയാൻ ഞാൻ വിചാരിച്ചു മോടെ അച്ഛനായിരിക്കും, കാരണം നീ എൻ്റെ സീറ്റ് കൊടുത്തത്. അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ അവർ അങ്ങനെ വിചാരിച്ച്. എന്നിട്ട് അയാൾ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫോണിൽ കളഞ്ഞ ഫോട്ടോ എടുത്തിട്ട് ഫോൺ ഇങ്ങനെ തിരിച്ചപ്പം ഇവള് കണ്ട് കൈ ഫോണിലിരിക്കുന്നത് ഫോണിൽ ഫോട്ടോ ഇരിക്കുന്നത്. ഇവള് ഫോൺ പിടിച്ചോണ്ട് ചോദിച്ചാൽ ഇവള് പറഞ്ഞ മര്യാദകേട് കാണിക്കരുതെന്ന് തന്നെ പറഞ്ഞത്. അപ്പം ഞങ്ങളിപ്പുറത്തിന് ആരും ചേച്ചി അവിടെ ഇരിക്കുക ഇവിടെ വരും. അപ്പം ഇത് എൻ്റെ എന്തായാലും ഭയങ്കര മോശം, മര്യാദകേട് കാണിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം ഇത്? അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ മിന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കുന്നുണ്ടോ. പിന്നെ എൻ്റെ മാസമായിരുന്നു ഗൈസ്. നമ്മൾ കുറച്ച് മാസം ആ ട്രെയിൻ അങ്ങ് കച്ചറയാക്കി. സാധാരണ നോർമലി എനിക്കറിയാം നമ്മൾ എവിടെ ഇപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലോ ഒരു ട്രെയിനിലോ എവിടെയെങ്കിലും അടിയിട്ടാൽ മേ ബി നമ്മുടെ നിൽക്കുന്ന ആ എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാരൊന്നും കുറേ പേരൊന്നും റിയാക്ട് ചെയ്യത്തില്ല. ആ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ റിയാക്ട് ചെയ്യണം ആദ്യം. അപ്പോൾ നമ്മളും ആ ഒരു മൈൻഡിലാണ് പോയത്. കാരണം നമ്മൾ മൂന്നിലും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുന്നുള്ള ആരും മൈൻഡാക്കുന്നില്ല. അപ്പോൾ ഗൈസോടെ കൈ വേദനിച്ചതൊക്കെ ഫോൺ ഇങ്ങനെ താഴോട്ടാക്കി. അപ്പോൾ എന്താണ് പറഞ്ഞു വെച്ചാൽ കച്ചറ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ കച്ചറ ഉണ്ടാക്കിയപ്പോൾ ആരും അവർക്ക് ആദ്യം എന്താ സംഭവം എന്ന് പ്രോസസ്സായി, എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കച്ചറ ആക്കി. ആൻറ്റിമാർക്ക് സംഭവം മനസ്സിലായി. കാരണം ആരും റിയാക്ട് ചെയ്തില്ല. നമ്മൾ മാത്രം, ഞാനും ഇവളും മാത്രമാണ് കിടന്ന് ഒച്ചയിട്ടുകൊണ്ടിരുന്നത്. നമ്മളോട് വന്ന ചേച്ചി പോലും എന്താ ഇതെന്ന് ഒന്നും മനസ്സിലാത്ത രീതി നിൽക്കുന്നത്. എന്നിട്ട് ചോദിച്ച് ഫോൺ. അപ്പോൾ ഇവള് ഫോൺ പിടിച്ച് മേടിച്ചിട്ട് ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് റീസൈക്കിൾ ബിൻ ട്രാഷിൽ നിന്നും സാധനം ഡിലീറ്റ് ചെയ്തിട്ട് വന്നു. അപ്പോൾ നമ്മൾ കച്ചറ ഉണ്ടാക്കി. നമ്മൾ എന്താ ഇയാളെ കാണിക്കുന്നതൊക്കെ ചോദിച്ചാൽ ഞാൻ തന്നെ ചെന്ന് ചോദിച്ച് നമ്മൾ അടിച്ച് പല്ല് താഴെ ഇടുന്നതന്നെ പറഞ്ഞത്. ഇപ്പം ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നത്. അപ്പം നമ്മൾ ചെന്നിട്ട് അടിച്ച് പല്ല് താഴെ ഇടുന്നതന്നെ പറഞ്ഞു. ഇയാൾക്ക് എന്താ ഇത്ര അഹങ്കാരം, തോന്നിവാസം കാണിച്ചിട്ട് ഇനി ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചൂടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അമ്മേനെ വിളിച്ചത്. കാരണം അമ്മ ടെൻഷനാവും, അച്ഛനെ വിളിക്കാൻ പറ്റില്ല, അച്ഛന് ടെൻഷനാവും. അപ്പോൾ ആദ്യം ചേട്ടനെ വിളിച്ചിട്ട് കാര്യം സംഭവം ഇങ്ങനെയാണ്, ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ട്രാഷും സാധനം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അപ്പം ചേട്ടൻ ചൂടായി. ചേട്ടൻ പറഞ്ഞ ഫോൺ കൊണ്ട് സ്പീക്കർ ഇടാൻ പറഞ്ഞു. ഞാൻ കൊണ്ട് ഫോൺ സ്പീക്കർ ഇട്ടിട്ട് എല്ലാവരും കേട്ടിട്ട് ചേട്ടൻ അയാളെ നല്ലോണം ചീത്ത പറഞ്ഞു ചോദിച്ചു. അത് മിന്നിനോട് ചേട്ടൻ ചോദിച്ചു ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ. അപ്പോൾ ഓക്കപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും പേര് റേസ് ആയിട്ടായിരിക്കും. പിന്നെ ഓള് ഭയങ്കര കൂളായി. അവൾ ആദ്യം തുടങ്ങിയെങ്കിലും അവസാനം അവൾ കുറച്ച് കൂളായി. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ലാസ്റ്റ് അവൾ ചിരിക്കുക. ഞാൻ ചോദിക്കുന്നു ഓക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ. അപ്പം അങ്ങനെ അപ്പോഴത്തേക്കും ചുറ്റും നിന്ന് നമ്മൾ പെമ്പിള്ളേരെ ഒച്ചയൊക്കെ കണ്ടടിക്കും. ചുറ്റും നിന്ന അങ്കിളുമാരിളകി, അവരിളകി. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇയാളെ തട്ടി കയറി. കാരണം ഇയാൾ പിന്നെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുക.
അയാളൊന്ന് ചിരിക്കുക, നമുക്ക് പിടിച്ചൊരു കുത്തെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ് അപ്പോൾ കുറച്ചധികം അയാൾക്ക് എനിക്ക് പെട്ടുപോയെന്ന് മനസ്സിലായി. അയാൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു നീ കണ്ണ് തുറക്കരുത്, നീ കണ്ണ് തുറക്കരുത്, ഞാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ നീ കണ്ണ് തുറക്കരുത്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീ കണ്ണ് തുറന്നെ തലയടിച്ചാൽ പൊട്ടിക്കുന്നു പറഞ്ഞു. അയാൾ പാവം. ഞാൻ പറഞ്ഞ അതേപോലെ അനുസരിച്ച് ആ 2 സ്റ്റേഷനോളം കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന്. എന്നിട്ട് കൂടെ പുള്ളിൻ്റെ കൂടെ ആ സ്റ്റേഷനിൽ കണ്ട് 3 പേര് കയറിയായിരുന്നു. ഇവർ ടീമായിരുന്നു, എനിക്കൊന്ന് ഒരു ഗ്യാങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഷെഡ്യൂൾ വെച്ചായിരിക്കും ഓരോരുത്തർ ഓരോ ട്രെയിനിനെ കയറുമായിരിക്കും. ഇയാളെ ചീത്ത നമ്മൾ ചീത്ത ഇയാളെ പറഞ്ഞപ്പോഴേ അവർ എന്തായാലും ബാഗും സ്ഥലത്ത് ഓടിക്കളഞ്ഞ്. അവർ സീരിയസ്ലി അവർ മണ്ടയ്ക്കങ്ങോട്ട് ഇരിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ചീത്ത പറഞ്ഞപ്പോഴേ അവർ ഓടിയെന്ന്. അപ്പോഴത്തേക്കും നല്ലൊരു ആക്ച്വലി നമ്മുടെ ചുറ്റും നിന്നവർ കുറച്ച് നല്ല ആൾക്കാരായിരുന്നു. അവർ നല്ലോണം നമ്മുടെ അപ്പുറത്തിരുന്നിരുന്നു. പക്ഷെ നമ്മൾ ഇരുന്ന് അവർ കമ്പാർട്ട്മെന്റിലെ അവരെന്ത് എനിക്കറിയത്തില്ല, അവരെന്ത് ജീവികളാണ്. അതും ആക്ച്വലി ചേട്ടന്മാര് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗേൾസിന് മുമ്പ് നമ്മൾ ഹീറോ ആവാനെങ്കിൽ അവരായിരിക്കും ആദ്യം തട്ടിക്കയറാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാല് ആ ഒരു മാമൻ, എൻ്റെ ഒരു അങ്കിൾ മാമൻ, അത്ര പ്രായമുള്ള എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവർ കുറച്ചുകൂടെ എങ്ങാണ്ട് ഒരു 28 to 35 ആൾക്കാരൊക്കെ അവിടെ ഭയങ്കര റിയാക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇത്രയും കൺസേൺഡ് ആണല്ലോ എന്ന്. പക്ഷെ അവിടെ ഞങ്ങളുടെ സൈഡിൽ, എൻ്റെ സൈഡിലും അവിടെ അപ്പുറത്തെ എൻ്റെ ഓപ്പോസിറ്റ് സീറ്റ് ആ സൈഡിൽ ഒരു 22, 23, 24 വയസ്സൊക്കെ ചേട്ടന്മാരുണ്ടായിരുന്നു. അവന്മാർ മിണ്ടിയില്ല. ഇതെന്തൊരു ടീംസാ. എന്നാൽ അവരുടെ കൂടെ അവരുടെ ഗേൾ ഫ്രണ്ട്സ് എല്ലാം പെൺകുട്ടികളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് റിയാക്ഷനേ ഇല്ല. അവർ നമ്മളെങ്ങനെ നമ്മൾ വലിയ എന്തോ ഡ്രാമ ചെയ്യുന്ന പോലെ നമ്മളെ നോക്കിയിരിക്കുകയെന്ന്. പിന്നെ നമ്മൾ മതി. ഞങ്ങളുടെയൊക്കെ അത്യാവശ്യം വാക്ക് ഇത്ര തന്നെ ഉള്ളതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മതി. പിന്നെ ചേട്ടനെ പറഞ്ഞ സ്പീക്കർ ചെയ്തിട്ട് ചേട്ടൻ ചോദിച്ച് അവനോട് പറ അടുത്ത സ്റ്റോപ്പിൽ നിന്നെ അടിക്കാൻ ആൾ വരുമെന്ന്. പാവം. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട് കണ്ണടച്ച് ഇന്ന് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ക്ലിപ്പിങ് ആഡ് ചെയ്യാൻ കേട്ടോ. സംഭവം എന്താണ്, അയാളുടെ മുഖം ഞാൻ കാണിക്കില്ല. പാവം. പിന്നെ എനിക്ക് തന്നെ ഇൻ കേസ് ഇത്ര പ്രായമുള്ള അയാളെ പേടിച്ചു വല്ല അറ്റാക്കും വന്ന് വീണാൽ പിന്നെ നമ്മുടെ തലയിൽ ഇരിക്കും അത്. പിന്നെ അയാളെ നമ്മൾ പിടിക്കാതെ മാസം പിടിച്ച് അയാളെ കോളറിലൊക്കെ നമ്മൾ പിടിച്ച് തലക്കിട്ട് 2 തട്ടൊക്കെ കൊടുത്ത്. ചേട്ടൻ പറഞ്ഞ ഫോൺ അങ്ങ് തല്ലിപ്പൊട്ടിക്കാൻ വയ്യായിരുന്നു എന്നാ. ശരി, നമ്മൾ എന്ത് തല്ലിപ്പൊട്ടിക്കാൻ ഫോൺ അങ്ങ് തല്ലിപ്പൊട്ടിക്കണ്ടായിരുന്നു. അവിടെയില്ലായിരുന്നു ഫോൺ. അയ്യോ എന്നിട്ട് കോമഡി ഇല്ല. അപ്പോഴത്തേക്കും ആ ചുറ്റും നിന്ന ചേട്ടന്മാരൊക്കെ പറഞ്ഞു, മാമന്മാർ പറഞ്ഞ അവൻ്റെ ഫോൺ മേടിച്ച് നോക്കും, വേറെ ഫോട്ടോ കാണും, ഇങ്ങനെ വേറെ ആരെങ്കിലുമൊക്കെ ഫോട്ടോ കാണും. അപ്പോൾ നമ്മൾ എന്തായാലും ചുറ്റും ഗേൾസ് അല്ലേ, അപ്പം വേറെ ഏതെങ്കിലും ട്രെയിനിലുള്ള ആരെങ്കിലും ഫോട്ടോ ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ ഫോണൊക്കെ മേടിച്ച് ഞാനാണ് മേടിച്ചത്. ഞാൻ മേടിച്ചിട്ട് ഇങ്ങനെ ഇത് നോക്കി, ഗാലറി നോക്കിയപ്പോൾ ആപ്പാടെ 7-8 ഫോട്ടോ ഉള്ളു. എന്നിട്ട് ട്രാഷ് കയറിയപ്പോഴും ഇങ്ങനെ 7-8 ഫോട്ടോ ഉണ്ട്. പക്ഷെ അതിനകത്ത് എവിടാന്ന് വെച്ചില്ല ഏതെങ്കിലും കുടുംബശ്രീക്ക് ആൻറ്റിമാർ ഇരിക്കുന്നത്, ആർക്കും തലയില്ല, നൈറ്റി ഇട്ട് ഇത്രയുള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കുറേ ഫോട്ടോ നമ്മൾ ഫുള്ള് ഫോണിൽ ഡിലീറ്റ് ചെയ്ത് ഫോൺ അങ്ങ് റീസെറ്റ് ചെയ്ത് അങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതെന്നൊന്ന് പറയാം. കാരണം ഇപ്പോൾ ട്രെയിനിലാണെങ്കിലും ഗേൾസ് ഇപ്പം പണ്ടത്തെ ഇപ്പോഴും ഗേൾസ് നല്ലോണം രാത്രി ഈ കോളേജിൽ നിന്നൊക്കെ വന്നു പോകുന്ന കുറേ ഗേൾസ് ഉണ്ട്. ഇതിൽ ഇപ്പോൾ ലേഡീസ് കയറുന്നവർ കാണും, ജനറലിൽ കയറുന്നവർ കാണും. അപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇരിക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾ കൺസേൺഡ് ആയിരിക്കണം എപ്പോഴും. കാരണം അവർ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പം ഇവളത് ഫോട്ടോ അയാളുടെ ഫോണിൽ കണ്ടിട്ടാണ്, എനിക്കറിയത്തില്ല ആ ഫോട്ടോ അയാൾക്ക് എന്തോ കിട്ടിയെന്ന്. ഇവളിങ്ങനെ ഓന്തുളിച്ചത് പോലെ ആ ജനലിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നു. അത്രേ ഉള്ളൂ ഫുൾ സൈസ്. അത് ഫുൾ ഫോട്ടോ. എന്തിനാ അയാൾക്ക് ഫോട്ടോ? ബാക്കിയുള്ളവർക്ക് പിന്നെ അയാളുടെ ഗാലറിക്ക് തലയില്ലെന്നെങ്കിലും പറയും, ഇവർക്ക് തലയുണ്ട്, എന്തോ വലിയ മോഡലാന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് അയാൾക്ക് എന്തോ മോനോ മോളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ മോന് കല്യാണം ആയിരിക്കാനാണെങ്കിൽ നല്ല ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ ഇവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ ആ ഫോട്ടോയ്ക്ക് തൊന്നില്ല. ഇവിടെ ആ ജനലിൽ ഇങ്ങനെ ഓന്തുളിക്കാൻ പോലെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഉണ്ട്. അവള് സീറ്റിൽ ഇങ്ങനെ കാലും പൊക്കി വെച്ചിരുന്ന് അത് അതേപോലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇവള് കണ്ടോണ്ടാണ് നമുക്കത് അത്രയും റിയാക്ട് ചെയ്തത്. അയാൾക്കല്ലാണ്ട് ആ ഫോട്ടോ കൊണ്ട് എന്താ ഗുണമെന്ന് ചെയ്തത്. എനിക്കൊന്ന് ഇതിൽ നല്ല ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇതിങ്ങനെ ഓന്തുളിക്കപ്പോലെ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നു, അവൾ ഉറക്കം തൂങ്ങി. ഈ ഫോട്ടോ പുള്ളിക്കാരൻ എടുത്തത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ കംപ്ലീറ്റ്. പിന്നെ ചേട്ടൻ എൻ്റെ ചേട്ടൻ ഭയങ്കര കൺസേൺ ഞങ്ങളുടെ കാര്യത്തിൽ. അല്ലേലേ ഭയങ്കര കൺസേൺ. നമ്മളിപ്പം മാവേലിക്ക് നമ്മൾ ലേഡീസിലെ കയറും മാവേലിയിൽ.
കാരണം നമ്മൾ നോർമലി വരുന്ന ട്രെയിനായിട്ട് നമുക്ക് ലേഡീസ് എവിടെ നിർത്തിയെന്ന് അറിയാം, നമ്മൾ അതേപോലെ പോയി കയറും. അല്ലാണ്ട് ഇതിപ്പം ഈ ട്രെയിനായിട്ടാണ് നമ്മളിപ്പം ആ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ജനറലി കയറിയത്. എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ ഭയങ്കര കൺസേൺ ഞങ്ങളുടെ കാര്യത്തിൽ. കാരണം ട്രെയിൻ വന്നാലും ഇവൻ നമ്മൾ 8:30 എൻ്റെ ചേട്ടൻ നമ്മൾ 8:30 ട്രെയിൻ കയറിയാൽ ഇവനിങ്ങനെ വേർ ഇസ് മൈ ട്രെയിൻ ആപ്പ് നോക്കി നമ്മൾ ട്രെയിൻ നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ 10 മിനിറ്റ് കൂട്ടുമ്പോൾ എഴുതിയിട്ട് നമ്മൾ കറക്റ്റ് ഹരിപ്പാട് എത്തുമ്പോൾ നമ്മൾ പോലും വിളിച്ച് പറയണ്ട എത്തിയെന്ന്. അവൻ വിളിക്കും, എത്തിയില്ലേ, ഓട്ടോയിൽ കയറിയിട്ട് പറയും നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ ഇട്ട് തരാൻ പറയും. വീട്ടിലെത്തിയെന്ന് വിളിച്ച് ഷുവറാക്കും. എന്നിട്ടേ അവൻ കിടക്കൂ. നമ്മൾ ആ 3 ടൈമിൽ വീട്ടിൽ വന്നിട്ട് അതേ അവൻ കിടക്കും. അന്നലെ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം എപ്പോഴും അപ്ഡേറ്റഡ് ആയിരുന്നു പുള്ളിക്കാരൻ. ആരുടെയും ഫോട്ടോ അയാൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എടുത്താൽ എന്തായാലും നമ്മളയാളെ തെറി പറഞ്ഞൊക്കെ നല്ല ബോധം വരും. ഇനി എടുക്കാൻ മുതിരില്ലായിരിക്കും. കാരണം അവരൊരു എന്തായിരുന്നു, ഒരു ഗ്യാങ് ആയിരുന്നു തോന്നുന്നു. 2 പേരും മണ്ടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇയാളെ തെറി പറഞ്ഞപ്പോഴേ മറ്റവന്മാർ ഓടിക്കളഞ്ഞു അടുത്ത്. എന്നിട്ട് അയാൾ മൊത്തത്തിൽ ഞങ്ങൾ ഇറങ്ങാൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അവിടുത്തെ അങ്കിളുമാരും ചേട്ടന്മാരും കൂടെ എണ്ണിക്കാൻ പറഞ്ഞു, എണ്ണിട്ട് പൊക്കോളാൻ പറഞ്ഞു. എങ്ങോട്ടാ പോയതെന്ന് അറിയത്തില്ല. ഇനി ആ സ്റ്റേഷനിൽ ട്രിവാൻഡ്രത്തോട്ടാണ്. അത് എന്നിട്ട് പറയുന്നുണ്ട് ട്രിവാൻഡ്രം എന്തോ അയാളുടെ അഡ്രസ്സ് ചോദിച്ചു. സ്ഥലം ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രം എന്നാണ്. അപ്പോൾ ട്രിവാൻഡ്രം ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ സ്ഥലത്ത് വീടുള്ളവർ ആ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചാൽ അവിടെ എവിടാ, അവിടെ ബീച്ചിൻ്റെ അവിടെ വന്ന്. അപ്പോൾ അവർ പറയുന്നത്, അപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൻറ്റിമാർ പറയുന്നത് അവിടെ ബീച്ചില്ലല്ലോ എന്ന്. ബീച്ചില്ലല്ലേ, എന്നാൽ കടയുടെ പുറകില്ല. ഏത് കടയുടെ പുറകിൽ? അയാൾക്കൊരു ബോധമില്ല. അത് 27 വയസ്സുള്ള മോളായിരുന്നു, അത് 23 വയസ്സുള്ള മോളായി. എന്നിട്ട് 28 ദിവസം പണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പണിയല്ലേ 28 ദിവസം ഞാൻ അങ്ങോട്ട് പണിക്ക് എവിടെ കൂടെ ജോലിക്ക് പോയിക്കുമായിരുന്നു. അപ്പോൾ 28 ദിവസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ പോകണം എൻ്റെ മക്കളെ കാണാൻ. എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഈ മോടെ ഫോട്ടോ എടുത്തായിരിക്കും. എന്നിട്ട് ആ ആൻറ്റിമാർ പറഞ്ഞ് മോടെ അച്ഛനാണെന്ന് വിചാരിച്ച് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചൂടാവുന്നുണ്ട്, എൻ്റെ തന്ത ഇതിൽ വൃത്തിയുള്ളവനാടാന്ന്. എന്തിനാ എനിക്ക് ചില ഡയലോഗ് പറഞ്ഞിട്ടില്ല, എനിക്കത് ചിരി വരുന്നത്. മറ്റേ കണ്ണടക്കിയ ഡയലോഗ് പറഞ്ഞിട്ട് എനിക്കത് ചിരി വരുന്നത്. പിന്നെ അപ്പോൾ എത്രയൊരു ആ ഒരു സീരിയസ് സിറ്റുവേഷൻ നമ്മൾ ചിരിച്ച് ആ സംഭവം അങ്ങ് കളയരുതല്ലോ. അങ്ങനെ എന്തായാലും ഇന്നലെ അയാളുടെ ഫോട്ടോ എടുത്ത് അയാൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഗൈസ് ഇത്രേ ഉള്ളു. ഞാൻ പറയേണ്ട എല്ലാം പറഞ്ഞതാണ് എൻ്റെ ഒരു നിഗമനം. എല്ലാം പറഞ്ഞ് ത്രൂഔട്ട് മൊത്തം പറഞ്ഞ്. പിന്നെ നമ്മളെ ചേച്ചി ഇൻക്ലൂഡിങ് ആ ചേച്ചി നമ്മളെല്ലാവരും റിയാക്ട് ചെയ്ത്, ചുറ്റും നിന്നവർ റിയാക്ട് ചെയ്ത്. അപ്പം ഗൈസ് ഇത്രേ ഉള്ളു. അപ്പം ഇതിന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പം എന്താണെങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സാമ്പിൾ ഒരു നോർമൽ ഒരു ഫോട്ടോയാണ് എടുത്തത്. അതിൽ വേറെ ഒന്നും കാണാൻ പെർമിഷൻ കൺസെൻറ്റ് ഇല്ലാണ്ടാണ് ആ ഫോട്ടോ എടുത്തത്. എന്നിട്ട് ഞാൻ അടുത്ത് പറഞ്ഞത് ഞാൻ വിത്ത് കൺസെൻറ്റാണ് അയാളുടെ വീഡിയോയും ഫോട്ടോയും എടുത്തത്. ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് എടുത്തത്. പിന്നെ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തു. പിന്നെ ഒരു കോമൺ ഞങ്ങൾ തമ്മിലൊരു കോമൺ എന്തെങ്കിലും ഒരു റിലേഷനോ ഒരു എന്തെങ്കിലും പറയാനോ റിലേറ്റീവ് ഒന്നുമല്ല. പിന്നെ എന്തിനും ഫോട്ടോ എടുക്കണം ആ ഒരു ചോദ്യത്തിലാണ് നമ്മളും ചോദിച്ചത്. എന്തായാലും അയാൾക്ക് ഇന്നലെ ആയിരിക്കും അയാൾ ലാസ്റ്റ് എടുത്ത ഫോട്ടോ വന്നത്. ചിലപ്പം ഇനി അയാൾ എടുക്കാൻ മുതിരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ആരാണെങ്കിലും ഇപ്പം ഗേൾസ് ആണെങ്കിൽ ഇപ്പോൾ രാത്രി ട്രാവൽ ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മുടെ ഏതാണ് നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ നമ്മൾ എപ്പോഴും കൺസേൺഡും ബോധേഡും ആയിരിക്കണം. റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്നപ്പോൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ ആ ചേട്ടന്മാർ ചുറ്റും തന്നെ പറയുന്നുണ്ട്, പണ്ടത്തെ പെമ്പിള്ളാരൊന്നും അല്ല വായിക്കാത്ത നാക്ക് അകത്ത് വിട്ടിരിക്കാൻ. കാരണം നമ്മുടെ നാക്ക് കേട്ടപ്പോഴേ അവർക്ക് മനസ്സിലായി നമ്മളെന്തായാലും കച്ചറ ടീംസാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിതൊന്ന് പറയണമെന്ന് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അയാളുടെ ഫോട്ടോയ്ക്ക് ഞാൻ എന്തെങ്കിലും വെക്കും. കാരണം പോട്ടെ പാവം, നമ്മൾ എന്തായാലും ഇന്നലെ കുറേ അയാളുടെ പ്രൊഫൈലിൽ ഡീഫെയിം ചെയ്ത്. പിന്നെ ഇനിയും ഞാൻ സോഷ്യൽ മീഡിയ ഇട്ട് അയാളെ ആറാടണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ എന്തൊക്കെയോ റെക്കമെൻഡേഷൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ്, മെൻസ്ട്രൽ കപ്പ്. ഞാൻ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെൻസ്ട്രൽ കപ്പിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാം. അതെനിക്കൊന്ന് ഒരേ കുട്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല. കുറേ കമൻറ്റിൻ്റെ പഴയ വീഡിയോയിലും കമൻറ്റ് വരുന്നുണ്ട്. ഇന്നലെ ആയിട്ട് വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്, മിനിഞ്ഞാന്നായിട്ട് വീഡിയോയ്ക്കകത്തൊക്കെ ആ കമൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാം. അപ്പോൾ ഗൈസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വേറെ ഒന്നുമില്ല, നിങ്ങൾ റിയാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ പറയാം. ബൈ ഗൈസ്.